വീണ്ടും ക്രൈസ്തവ അവഹേളനം. ടൈംസ് ഓഫ് ഇന്ത്യ ദിനപത്രത്തിലെ മലയാളം മീഡിയം പേജിലാണ് അന്ത്യത്താഴവേളയെ അവഹേളിച്ചുകൊണ്ടുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. റിസറക്ഷൻ ഓർ എക്സൈൽ എന്ന തലക്കെട്ടോടുകൂടിയാണ് അന്ത്യത്താഴവേളയെ അവഹേളിച്ചുകൊണ്ടുള്ള ചിത്രീകരണം നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിയാണ് ചിത്രീകരണത്തിന് തിരഞ്ഞെടുത്ത വിഷയം. അന്ത്യത്താഴവേളയിലെ യഥാർത്ഥ ചിത്രത്തിലുള്ള ഈശോയ്ക്ക് പകരം വി.ഡി. സതീശനെയും ശിഷ്യന്മാർക്ക് പകരം കേരളത്തിലെ മറ്റു കോൺഗ്രസ് നേതാക്കളെയുമാണ് പത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വരുന്ന അസംബ്ലി ഇലക്ഷന് മുന്നിൽ കണ്ട് LDF സർക്കാർ ഹിന്ദുത്വ അജണ്ട മയപ്പെടുത്തിയതിനാൽ വർഗീയ ശക്തികളിൽ നിന്നകന്ന് ഒരു മതേതര UDF പാർട്ടി രൂപീകരിക്കാൻ വി.ഡി. സതീശന് ഒരു സുവർണ അവസരം ലഭിച്ചിരിക്കുകയാണെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വി.ഡി. സതീശൻ സ്വന്തം UDF ഘടക കക്ഷികളാൽ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമോ അതോ VS അച്യുതാനന്ദന്റെ പാത സ്വീകരിക്കുമോ എന്നും ടൈംസ് ഓഫ് ഇന്ത്യ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തരം രാഷ്ട്രീയ ഊഹാപോഹങ്ങൾക്കും അടിസ്ഥാനരഹിതമായ വാദങ്ങൾക്ക് വേണ്ടിയാണ് ആക്ഷേപഹാസ്യമുണർത്തുന്ന രീതിയിൽ ക്രിസ്ത്യൻ മതവികാരത്തെ നിരുത്തരവാദപരമായ രീതിയിൽ ടൈംസ് ഓഫ് ഇന്ത്യ മനഃപൂർവ്വം വ്രണപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പും ലിയനാർഡോ ഡാവിഞ്ചി വരച്ച ക്രൈസ്തവർ പരിശുദ്ധമായി കാണുന്ന അന്ത്യത്താഴവേളയെ കഴിഞ്ഞ വർഷം പാരീസിൽ നടന്ന ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നാടകത്തിലും അവഹേളിക്കുകയും പ്രതിഷേധങ്ങളെ തുടർന്ന് സംഘാടകർ മാപ്പ് പറയുകയും ചെയ്തിരുന്നു. ക്രൈസ്തവരെയും ക്രൈസ്തവ വിശ്വാസത്തെയും ആർക്കും എങ്ങനെയും അവഹേളിക്കാം. ക്രൈസ്തവർ ഒന്നും മിണ്ടാതെ ശബ്ദമുയർത്താതെ ഇരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് തികച്ചും തെറ്റാണ്. ഒരു മതേതര രാജ്യത്തെ ഒരു മാധ്യമ സ്ഥാപനം ഇത്തരത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെയും പ്രതീകങ്ങളെയും ചിത്രീകരിച്ചത് തികച്ചും അപലപനീയമാണ്. പ്രസിദ്ധീകരിച്ച വാർത്ത പിൻവലിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ മാപ്പ് പറയണം. ആരുടെയെങ്കിലും നിക്ഷിപ്ത താൽപര്യങ്ങൾ നടപ്പിലാക്കാൻ ക്രിസ്ത്യൻ വിശ്വാസത്തെ മേലിൽ ദുരുപയോഗിക്കരുത്.